പ്രേതം കളയാം, ചാത്തൻ കളയാം, ഒടിയൻ കളയാം. പക്ഷേ ഈ ശരിയേത് തെറ്റേത്, സത്യമേത് കളവേത്, നല്ലതേത് ചീത്തയേത്, അത് നിങ്ങളെ ആര് പഠിപ്പിക്കും? എങ്ങനെയാണ് നിങ്ങളത് തിരിച്ചറിയുക എന്നുള്ളത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മൊറാലിറ്റി, ധാർമ്മികത കണ്ടുപിടിക്കുന്ന എന്തോ ഒരു ഗുണം മതത്തിനുണ്ട് എന്നുള്ളൊരു അവകാശവാദമാണ്. ഇത് പൂർണ്ണമായും തെറ്റാണ്. കാരണം മതം അങ്ങനെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെ ഒരു ധാർമ്മികതയും മതത്തിന് വിശേഷിച്ചില്ല. മതം അതാത് സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന ധാർമ്മിക സമവാക്യങ്ങൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൂ. അറേബ്യയിൽ പിറന്ന ഒരു മതത്തിന് ആ കാലഘട്ടത്തിലെ ധാർമ്മികത ആ മതദർശനങ്ങളിലും ഉണ്ടാവും. ഇന്ത്യയിൽ പിറന്ന ഒരു മതത്തിന് അവിടെ ഉണ്ടായിരുന്ന പരിസരം, അതായത് സമൂഹം മനുഷ്യനുണ്ടാക്കുന്ന ധാർമ്മികത മതം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അതായത് മതം സ്വന്തമായിട്ട് ധാർമ്മികത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ട്. എന്തുകൊണ്ടാണ് സർക്കംസിഷൻ ഇസ്ലാമിൽ വരുന്നത്, ജൂതമതത്തിൽ വരുന്നതെന്ന് പറയുന്നത്? ഈ മതങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ ഈ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. മതങ്ങൾ ഉണ്ടായപ്പോൾ അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. സമൂഹത്തെ തിരുത്താൻ പോലെയുള്ള ശേഷി യഥാർത്ഥത്തിൽ മതങ്ങൾക്കില്ല. മതം ആകെ ഒരു കാര്യത്തിൽ മാത്രമേ തിരുത്താറുള്ളൂ: ഏത് പ്രതിമയെ ആരാധിക്കണം, എത്ര പ്രതിമയെ ആരാധിക്കണം എന്നുള്ള കാര്യമാണ് മതത്തിലെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. നമ്മളെ സംബന്ധിച്ചോളം ഒരു വിലയും ഇല്ലാത്ത, ഒരു പ്രസക്തിയും ഇല്ലാത്ത കാര്യം.